ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിലുള്ള ഒരു കുഞ്ഞു കവിതയാണ്, ഒരു കുഞ്ഞു പോം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 75 ആണ്. നമ്മളുടെ ഈ ഒരു പോത്തിൻ്റെ പേര് ഹാപ്പിനെസ് എന്നുള്ളതാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം, ആഹ്ലാദം, പരമാനന്ദം എന്നൊക്കെ പറയാം അല്ലേ. ബേസിക്കലി എന്താണത്? സന്തോഷം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മളുടെ ഈ ഒരു പോത്തിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഇനി ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് മട്ഷോന ഗ്ലിവായോ ആണ്. അദ്ദേഹം ഒരു കനേഡിയൻ ബേസ്ഡ് ഫിലോസഫറാണ്. ഫിലോസഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തത്വചിന്തകൻ. ഓക്കെ, അത് മാത്രമല്ല അദ്ദേഹം ഒരു ഓതർ കൂടെയാണ്. ഓതർ എന്ന് പറഞ്ഞാൽ എന്താണ്? രചയിതാവ്, ലേഖകൻ എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്കിനി കവിതയിലേക്ക് വരാം അല്ലേ. A seed is happy when it becomes a root is happy when it becomes a bud is happy when it becomes a stem, and a stem is happy when it becomes a flower. അപ്പോൾ ഈ ഒരു പോം നിങ്ങൾക്ക് ഇഷ്ടമുള്ള താളത്തിലും ഈണത്തിലും ഒക്കെ നിങ്ങൾക്ക് പാടി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും ഒത്ത് പാടുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോത്തിൻ്റെ മീനിങ്ങിലേക്ക് വരാം. A seed is happy when it becomes a root. സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് അല്ലേ. ഹാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സന്തോഷം. when it becomes a root എന്ന് പറഞ്ഞാൽ എന്താണ്? വേര് അല്ലേ. ബിക്കംസ് എന്ന് പറഞ്ഞാൽ ആയിത്തീരുക. അപ്പം ഒരു സീഡ് ഹാപ്പിയാണ്. സീഡ് ഇസ് ഹാപ്പി എപ്പോഴാണ്? വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്, ഒരു റൂട്ടായി തീരുന്ന സമയത്ത്. ഒരു സീഡ് ഹാപ്പി ആവുന്നത് എപ്പോഴാണ്? അതിന് വേര് വരുന്ന സമയത്താണ്. ഓക്കെ, റൂട്ട് ഇസ് ഹാപ്പി, ഒരു റൂട്ട് വേര് ഹാപ്പി ആവുന്നത് എപ്പോഴാണ്? വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ്, അതൊരു ബഡായി തീരുന്ന സമയത്ത്, ബഡ് ഉണ്ടാവുന്ന സമയത്ത്. ബഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊട്ട് എന്നുള്ള അർത്ഥമുണ്ട്, പക്ഷേ ഇവിടെ മുകുളം എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. അതായത് ഒരു വിത്തിന് വേര് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് ബഡാണ് വരിക. അതെന്താണ്? മുകുളമാണ് വരിക അല്ലേ. ഒരു തളിര് വരില്ലേ, അതാണ് മുകുളം. ഓക്കെ, അപ്പോൾ ബഡ് വരുന്ന സമയത്ത് റൂട്ട് ഹാപ്പി ആവുന്നത് എപ്പോഴാണ്? അതിന് ബഡ് വരുന്ന സമയത്താണ്, ഒരു മുകുളം വരുന്ന സമയത്താണ്. ആ ബഡ് ഈസ് ഹാപ്പി, ഒരു മുകുളം ഹാപ്പി ആവുന്നത് അതെപ്പോഴാണ്? വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം, അതൊരു സ്റ്റെമ്മായി മാറുമ്പോഴാണ്. സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെടിയുടെ കാണ്ഡം അല്ലെങ്കിൽ തടി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റെം എന്ന് പറയുക. അപ്പോൾ ഒരു ബഡ് ഹാപ്പി ആവുന്നത് എപ്പോഴാണ്? അതിന് സ്റ്റെം ഉണ്ടാവുമ്പോൾ, അത് സ്റ്റെമ്മായി തീരുന്ന സമയത്ത്. ആൻഡ് എ സ്റ്റെം ഈസ് ഹാപ്പി, ഒരു സ്റ്റെം എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? ഒരു ചെടിയുടെ തടി അല്ലെങ്കിൽ കാണ്ഡം എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ, അതിന് ഫ്ലവർ ഉണ്ടാവുന്ന സമയത്ത്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ്പം അല്ലേ, പൂവ്. അപ്പോൾ ഒരു സ്റ്റെം ഹാപ്പി ആവുന്നത് എപ്പോഴാണ്? ഒരു പൂവ് ഉണ്ടാവുന്ന സമയത്താണ്. അപ്പോൾ ഫുൾ എന്താണ്? ഒരു ചെടിയുടെ ഹാപ്പിനെസ്സിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിലുടനീളം പറയുന്നത്. എന്തൊക്കെയാണ്? ഒരു സീഡ് ഹാപ്പി ആവുക എപ്പോഴാണ്? അതിന് റൂട്ട് ഉണ്ടാവുമ്പോഴാണ്. റൂട്ട് ഹാപ്പി ആവുക അതിന് ബഡ് ഉണ്ടാവുമ്പോഴാണ്. ബഡ് ഹാപ്പി ആവുക സ്റ്റെം ഉണ്ടാവുമ്പോഴാണ്. സ്റ്റെം ഹാപ്പി ആവുക ഫ്ലവർ ഉണ്ടാവുമ്പോഴാണ്. അപ്പം എന്താണ്? ഒരു ചെടിയിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും, അതിൻ്റെ വിത്ത് എന്താണ്? അതിന് വേര് വന്ന് പിന്നെ അതിന് മുള പൊട്ടി അതിന് എന്താണ്? തടി ഉണ്ടായി, പിന്നെ എന്താണ്? അതിന് സ്റ്റെം ഉണ്ടായി അല്ലേ. പിന്നെ എന്താണ്? അതിനൊരു പൂവുണ്ടായി. അങ്ങനെ ആ ഒരു ചെടിയുടെ എല്ലാ ഹാപ്പിനെസ്സും, ഏത് ചെടിയും ആയിക്കോട്ടെ, അപ്പോൾ ഒരു ചെടിയിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും അതിൻ്റെ ഹാപ്പിനെസ്, അതിൻ്റെ ഓരോ ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിയേ. അവിടെ നമുക്ക് ഒരു ചെടി കാണാം അല്ലേ. ഒരു ആൺകുട്ടി ആ ചെടിയുടെ അടുത്ത് നിൽക്കുന്നത് കാണാം. അതിൽ ഫ്ലവേഴ്സ് ഉണ്ട്, അതിന് ചുറ്റും എന്താണ്? ബട്ടർഫ്ലൈസ്, 2 ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലേ. അതേപോലെ മരമുണ്ട്, മരം കാണുന്നുണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ ഒരു പെൺകുട്ടി കയറി ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിറയെ പൂക്കളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഈ ഒരു പോവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള പിക്ചറാണ്, ഹാപ്പിനെസ് ആണ് നമ്മളവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പോയത്തിൽ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് 3ാം ക്ലാസ്സിലെ എല്ലാ ലെസൺസും നമ്മളുടെ ഈ ചാനലിൽ ക്ലാസ് 3 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൊച്ചു കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.